ഇടുക്കിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം കുടിയേറ്റ കർഷകരുടെ മേൽ ചാർത്തുന്നത് ചിലർക്കൊരു വിനോദമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അസൂയയുടെയും വർഗീയതയുടെയും മട്ട് വിമർശകരുടെ പാനപാത്രത്തിനുള്ളിൽ കാണാൻ കഴിയും. കർഷകർ മണ്ണു സസ്യരഹിതമാക്കി നാശത്തിന് കൂട്ടുനിൽക്കുന്നവരല്ലെന്നും വിളകളും വൃക്ഷങ്ങളും വളർത്തി പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നവരാണെന്നും അറിയാത്തവരല്ല ഈ വിമർശകർ. കുടിയേറ്റ മേഖലകൾ പുതിയ ആവാസ മേഖലകളായി രൂപപ്പെട്ടതോടെ അവിടങ്ങളിലേക്ക് കച്ചവട കണ്ണോടും ലാഭക്കൊതിയോടും കൂടി നിരവധി പേർ എത്തിച്ചേർന്നെന്നത് സത്യം തന്നെ. അവരാണ് റിസോർട്ടുകൾ പണിതും കോറികൾ നടത്തിയും കിഴക്കൻ മലയോരങ്ങളെ പാരിസ്ഥിതികമായി ദുർബലപ്പെടുത്തിയതും തകർത്തതും. അവർക്ക് എക്കാലത്തും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുടെയും പിന്തുണയും കൂട്ടുകെട്ടും പങ്കാളിത്തവും ഉണ്ട്. വൻതോതിൽ വനം നശിപ്പിക്കുന്നവരെയും മരം കടത്തുന്നവരെയും കഞ്ചാവും വളർത്തുന്നവരെയും അനധികൃതമായി റിസോർട്ടുകളും മറ്റും കെട്ടുന്നവരെയും ക്വാറികൾ തുറക്കുന്നവരെയും എല്ലാം വിമർശകർ സൗകര്യപൂർവം കുടിയേറ്റക്കാരുടെ വിലാസത്തിലേക്ക് കൂട്ടിക്കെട്ടുകയാണ്. ഇക്കൂട്ടരുടെയൊക്കെ നിയമവിരുദ്ധമായ നേട്ടങ്ങളിൽ പങ്കുപറ്റുന്നവരും സൽക്കാരം സ്വീകരിക്കുന്നവരും സത്യം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി കള്ളം പറയുന്നവരുമെല്ലാം കുതിര കയറാൻ ശ്രമിക്കുന്നത് കർഷകരുടെ മേൽ. ഗ്രോ മോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ഭക്ഷ്യോൽപാദനം നടത്താനായി കിഴക്കൻ മലകളിലേക്ക് കുടിയേറാൻ സർക്കാർ പ്രോത്സാഹിപ്പിച്ചു വിട്ടവരാണ് ഇടുക്കി ജില്ലയിലെ നിരവധി കർഷക കുടുംബങ്ങൾ. അവരിൽ നല്ല പങ്ക് ക്രൈസ്തവരാണ്. അവരെ മലമ്പ്രദേശത്ത് എത്തിച്ചത് അധ്വാനിക്കാനുള്ള താല്പര്യം തന്നെ. പ്രതികൂല സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ട് അധ്വാനിക്കാൻ മടിച്ചവർ നാട്ടിൽ കഴിഞ്ഞുകൂടി. ഇന്നവർ അധ്വാനിച്ചവരെ കുറിച്ച് അസ്വസ്ഥരാകുന്നെങ്കിൽ സ്വയം ചികിത്സിക്കുക എന്നേ പറയാനാകൂ. ഇടുക്കിയിൽ മാത്രമല്ല, മലബാറിലെ 4 ജില്ലകളിലെയും മലമ്പ്രദേശങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ക്രൈസ്തവ കർഷക കുടുംബങ്ങൾ കുടിയേറിയിട്ടുണ്ട്. തറവാടും ബന്ധുജനങ്ങളെയും വിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് അവരെത്തിയത് പെട്ടെന്ന് മുന്നിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ജീവിതം പച്ച പിടിപ്പിക്കാനും അടുത്ത തലമുറയുടെ ജീവിതം ഭദ്രമാക്കാനും പതിറ്റാണ്ടുകളോളം അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പട്ടിണിയും രോഗപീഠകളും കുടുംബാംഗങ്ങളുടെ അകാല മരണങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. മലയോരങ്ങളിൽ മാത്രമല്ല, കുട്ടനാട്ടിലായാലും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചതിൽ ക്രൈസ്തവ കർഷക കുടുംബങ്ങളുടെ അധ്വാനത്തിന് വലിയ പങ്കുണ്ട്. നാടിനെ തീറ്റിപ്പോറ്റാൻ അന്യദേശത്ത് ദുരിതങ്ങൾ സഹിച്ചവരെ ആദരിച്ചില്ലെങ്കിലും നന്ദികേട് പാടില്ലെന്ന് പുത്തൻ പ്രകൃതി സ്നേഹ നാട്ടുകാരെയും വിമർശകരെയും ഓർമ്മിപ്പിക്കട്ടെ.